കൂട്ടുകാരെ എല്ലാവരും ഹാപ്പിയല്ലേ? ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകണം കേട്ടോ. ഇന്ന് ഞാൻ സുന്ദരമായ കുറച്ച് പൂക്കളായിട്ടാണ് കൂട്ടുകാരോടൊപ്പം വരുന്നത്. ഡെൻഡ്രോബിയം എന്ന ഓർക്കിഡ് ഫാമിലിയിൽപ്പെട്ട കുറച്ച് തൈകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആലുവയിലെ പോട്ട്സ് ആൻഡ് പെറ്റ്സ് എന്നുള്ള നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അതും ഒരു 6 വർഷം മുന്നേ ഇവരെ വാങ്ങിക്കുമ്പില്ലേ നമ്മുടെ കയ്യിലൊക്കെ കൈക്കുഞ്ഞുങ്ങളെ കിട്ടുന്ന പോലെ 6 ഇഞ്ച് നീളത്തിലൊരു ചെറിയൊരു തൈയായിരുന്നു. 10 തരം കളറാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ആ 10 തരം കളറും ഇപ്പോൾ ഒരു ഏകദേശം 20-22 ചട്ടികളിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതും 6ഉം 7ഉം തൈകൾ വീതം ഓരോ ചട്ടിയിലും വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ഞാൻ അധികം പരിചരണമൊന്നും ചെയ്യാറില്ല. ഈ ഡെൻഡ്രോബിയത്തിൽപ്പെട്ട ഓർക്കിഡ് നമുക്ക് വലിയ പരിചരണം വേണ്ട കേട്ടോ. ഇത് എങ്ങനെ വെക്കാം, എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇന്നിത് ഈ വീഡിയോ എടുക്കാൻ കാരണം മഴ പെയ്ത് കഴിയുമ്പോൾ ഈ പൂക്കൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് കാണാൻ. ഇന്ന് യെല്ലോ പൂത്തിട്ട് ഡാർക്ക് ബ്രൗൺ ഉണ്ട്, ഒരു പിങ്ക് വൈറ്റ് ഷെയ്ഡ് കളർന്ന് മിക്സ് ചെയ്തൊരു ലൈറ്റ് ഗ്രീൻ മിക്സ്, അങ്ങനെയുള്ള പൂക്കളാണ് ഇന്ന് പൂത്ത് നിൽക്കുന്നത് കേട്ടോ. ഈ പൂക്കൾ ഏകദേശം 1 മാസത്തോളം നിൽക്കും. ഇവരെ കാണാൻ നല്ല ഭയങ്കര ചിരിച്ച ഫേസായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ? നമുക്കത് കാണുമ്പോൾ തോന്നുന്നില്ലേ? ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് അപ്പുറമുള്ള പക്ഷിമൃഗാദികളൊക്കെ ചുറ്റും വന്ന് നിൽക്കും. ഈ തൈകളിലൊക്കെ വന്ന് നോക്കും. അവർ പൂമ്പാറ്റ വന്നിട്ട് തേൻ കുടിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അപ്പുറത്തൊരു മാവ്, മൂവാണ്ട മാവിൽ എപ്പോഴും നമുക്ക് മാങ്ങയുണ്ട്. ഏകദേശം 365 ദിവസം മാങ്ങ ഉണ്ടാവുന്നൊരു മാവാണ് മൂവാണ്ടൻ. അപ്പോൾ അതിന് താഴത്ത് വന്നിട്ടൊരു മാങ്ങയുടെ പീസ് കണ്ണാരെ വന്നിട്ട് മാങ്ങാ പീസ് സുഖം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അവന് വിഷമം അറിയപ്പോൾ അവന് പോയിട്ടോ. ഇതിനിടയിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഈ മഴ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ചെടികളുടെ ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഡെൻഡ്രോബിയത്തിലെ ഈ പൂക്കൾ കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തു, നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനും വിചാരിച്ചത്. അങ്ങനെയാണ് ഈ വീഡിയോ നിർത്തിട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടുകൊണ്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം.